മുട്ടയ്ക്ക് ധാരാളം പോഷക ഗുണങ്ങളുണ്ട് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മിക്കവരും ഇന്ന് മുട്ട കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദിവസം ഒരു മുട്ട കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധരും പറയുന്നത്. പക്ഷേ ഇങ്ങനെ മുട്ട കഴിക്കുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരു പലരും കഴിക്കാറില്ല. കാരണം മഞ്ഞക്കരു കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും എന്നാണ് പലരുടെയും വിശ്വാസം. അത് ഒരു പരിധിവരെ ശരിയാണ്. ഈ മഞ്ഞക്കരുവിനകത്ത് കൊളസ്ട്രോൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ അല്പമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ആ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോഴും അത് കൊളസ്ട്രോൾ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ട് നെഗറ്റീവ് പോയിന്റ് മുട്ടയുടെ മഞ്ഞക്കരുവിനുണ്ട്. പക്ഷേ എങ്കിലും മഞ്ഞക്കരു വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന അല്ലെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ കാഴ്ചശക്തി പരീക്ഷിക്കാൻ ആവശ്യമായ ഒട്ടനവധി പോഷകങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരുവിലുണ്ട്. ഉദാഹരണമായിട്ട് വൈറ്റമിൻ എ, പിന്നെ ലൂട്ടിൻ എന്നൊരു രാസപദാർത്ഥമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സിയോസാന്തിൻ എന്ന ഒരു പോഷകമാണ്. അപ്പോൾ ഇവ മൂന്നും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. കാഴ്ചശക്തി സംരക്ഷിക്കുവാൻ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയും നമ്മുടെ പ്രായം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങളെയും ചെറുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച എല്ലാ പോഷകങ്ങളും പ്രായാധിക്യം കൊണ്ട് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും. ഉദാഹരണമായിട്ട് കാറ്ററാക്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഗ്ലൂക്കോമ, പിന്നെ മറ്റൊരു അസുഖമാണ് മാക്യുലാർ ഡീജനറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണിൻ്റെ പല രോഗങ്ങളെയും ചെറുക്കാനും കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോഷകമാണ് കോളിൻ. അത് നമ്മുടെ തലച്ചോറിൻ്റെയും അതുപോലെ തന്നെ ഞരമ്പുകളുടെയും ആരോഗ്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്.